ശ്രീ ഗണപതി ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും മുമ്പിൽ ആദ്യമായി പൂജിക്കപ്പെടുന്ന ദൈവമാണ്. വിഘ്നങ്ങൾ നീക്കുന്നവൻ എന്ന നിലയിലാണ് ഗണപതിയെ ആരാധിക്കുന്നത്. എന്നാൽ ഗണപതി ഉണ്ടായതെങ്ങനെ എന്ന് അറിയാമോ? ശിവന്റെ ഭാര്യയായ പാർവതിദേവി ഒരു ദിവസം കുളിക്കാൻ പോകുകയായിരുന്നു. ശിവൻ അന്നേക്ക് പുറത്തായിരുന്നു. അപ്പോൾ പാർവതി തന്റെ ശരീരത്തിൽ നിന്ന് മഞ്ഞളും ചന്ദനവും ഉപയോഗിച്ച് ഒരു കുട്ടിയെ രൂപപ്പെടുത്തി. പാർവതി അവനോട് പറഞ്ഞു, ഞാൻ കുളിക്കുമ്പോൾ ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത്. കുട്ടി കാവലായി നിന്നു. അതിനിടയിൽ ശിവനകത്തു കയറാൻ ശ്രമിച്ചപ്പോൾ കുട്ടി തടഞ്ഞു. ശിവൻ കോപിച്ചു. ആ കുഞ്ഞ് ആരാണെന്ന് അറിയാതിരുന്നതിനാൽ ശിവൻ തന്റെ തൃശൂലുകൊണ്ട് കുട്ടിയുടെ തല വെട്ടിക്കളഞ്ഞു. പാർവതി കുളിച്ചിറങ്ങി ഈ ദൃശ്യം കണ്ടപ്പോൾ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. ഇവൻ എന്റെ മകനാണ് എന്ന് അവൾ കരഞ്ഞു. ശിവൻ ദുഃഖിച്ചു. ശിവൻ തന്റെ ഗണന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാട്ടിലേക്ക് പോവുക. ആദ്യമായി കാണുന്ന ജീവിയുടെ തല കൊണ്ടുവന്നാൽ മതിയാകും. അവർ കാട്ടിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു ആനയായിരുന്നു. ആ ആനയുടെ തല കൊണ്ടുവന്നു കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അങ്ങനെ ആ കുട്ടി ആനത്തലയും മനുഷ്യശരീരവുമുള്ള ഗണപതിയായി പുനർജനിച്ചു. ശിവൻ അനുഗ്രഹിച്ചു, ഇവൻ ഇനി ഗണപതി എന്നറിയപ്പെടും. ഗണപതിയുടേത് മാതൃദേവിയുടെ സ്നേഹത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ്. വിഘ്നങ്ങൾ മാറ്റാൻ, ഒരു പുതിയ ആരംഭത്തിന് മുന്നോട്ടു പോകാൻ കാണേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഗണപതിയാണ്.